അങ്ങനെ എല്ലാ ഈ രാജ്യത്തെ മറ്റു തര ജനവിഭാഗങ്ങളെയെല്ലാം ഓരോരോ രാജ്യം കൊടുത്ത് തൃപ്തിപ്പെടുത്തി അവരെ ഈ രാജ്യത്ത് നിന്ന് പുറന്തള്ളിയിട്ട് ഇനി ബാക്കിയുള്ള ആളുകളെയും വെച്ച് ഇന്ത്യ രാജ്യത്ത് ഒരു ഹിന്ദു രാജ്യം പണിയാം എന്നാഗ്രഹിച്ച് നൂറ്റാണ്ടുകളായി ഈ രാജ്യത്തെ സവർണന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതി അത് ഇന്ത്യ രാജ്യത്തെ മതേതര ഗവൺമെന്റുകൾ വകവെച്ചു കൊടുക്കാതിരുന്നതിന്റെ പ്രയാസവും കൊതിക്കറുമായി അവർ മുന്നോട്ട് പോകുമ്പോഴാണ് അവർക്ക് ദൗർഭാഗ്യകരമായി അവർക്ക് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ അധികാരം കയ്യിൽ വരുന്നത്. ആ അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ ഇതാണ് സുവർണാവസരം എന്നവർ തീരുമാനിച്ച് അവർ രാജ്യത്ത് ഹിന്ദു രാഷ്ട്രം നടപ്പാക്കാൻ ശ്രമിക്കുക. ഹിന്ദു രാജ്യത്തെ നമുക്ക് പേടിയില്ല. കാരണം മഹാത്മാഗാന്ധി ഇവിടെ ഒരു ഹിന്ദു രാജ്യം ഉണ്ടാകണം, രാമരാജ്യം ഉണ്ടാകണമെന്ന് പറഞ്ഞു. അപ്പോ രാജ്യത്താരും അത് കേട്ട് പേടിച്ചില്ലല്ലോ. പേടിച്ചോ? മഹാത്മാഗാന്ധി രാമരാജ്യം ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോ നമ്മൾ അതാരും കേട്ട് പേടിച്ചില്ല. മഹാത്മാഗാന്ധി ഹേ റാം എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചത് കേട്ടും ആരും നടുങ്ങിയില്ല. പക്ഷെ ഇവര് രാമന്റെ പേര് പറയുമ്പോഴേ ജനങ്ങൾക്ക് നടുക്കമാണ്, ഞെട്ടലാണ്. ഹിന്ദു രാജ്യത്തോടല്ല നമുക്ക് വിരോധം, മറിച്ച് ഈ രാജ്യത്ത് ഹിന്ദു രാജ്യത്തിന്റെ പേര് പറഞ്ഞ് നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഭീകര രാജ്യമാണ്. അതായത് ഇവരുടെ ആദർശ ആചാര്യനുണ്ടല്ലോ ഗോൾവാൾക്കറുടെ അജണ്ട നടപ്പാക്കപ്പെടുമ്പോൾ, അപ്പോ ഗോൾവാൾക്കറുടെ ആ സങ്കല്പത്തിൽ ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും രാജ്യത്തെ ക്യാൻസറുകളാണ്, അർബുദങ്ങളാണ്. ഇന്ത്യ രാജ്യത്ത് പാവപ്പെട്ട ജനതയെ തൊട്ടുകൂടാത്തവരായി മാറ്റി നിർത്തുമ്പോൾ, പാവപ്പെട്ട സ്ത്രീജനങ്ങൾക്ക് മാറുമറയ്ക്കാൻ പോലും അവകാശം നിഷേധിക്കുമ്പോൾ, പാവപ്പെട്ട സ്ത്രീകളെ ഭർത്താവ് മരിച്ചാൽ ചിതയിൽ തള്ളിയിട്ട് 10,000-കണക്കിന് സ്ത്രീകളെ കൊല്ലക്കൊലയല്ല സാക്ഷാൽ കൊല ചെയ്യുമ്പോൾ, ചുട്ടരിക്കുമ്പോൾ, ഇതുവരെയും ഇന്ത്യ രാജ്യത്തെ സവർണ തമ്പുരാക്കന്മാർ അതിനെതിരിൽ ഒരു തെറ്റാണെന്നൊരു വാക്ക് പോലും ഇന്ത്യയുടെ ചരിത്രത്തിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ ഓർക്കണം. അപ്പോഴും അവർ ഇന്ത്യ രാജ്യത്തിന്റെ ശത്രുക്കളായി മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെണ്ണുങ്ങളെ തീ തള്ളിയിട്ട് കൊല്ലുന്നവർ ശത്രുക്കളല്ല, മാറുമറയ്ക്കാൻ അവസരം കൊടുക്കാത്തവർ ശത്രുക്കളല്ല, റോട്ടിൽ പട്ടിക്കും പശുവിനും വഴി നടക്കാവുന്ന തെരുവില് മനുഷ്യന് വഴി നടക്കാൻ പറ്റാതെ പോകുന്നത് ഭീകരതയല്ല, ശത്രുതയല്ല. ഇന്ത്യ രാജ്യത്തെ സവർണ തമ്പുരാക്കന്മാരുടെ ഉള്ളിലിരിപ്പ് നമ്മൾ അറിയണം, ഇന്ത്യക്കാരറിയണം. 50 കൊല്ലം മുമ്പ് വരെ നമ്മുടെ കേരളത്തിന്റെ തെരുവുകളും അനുഭവിച്ച ദുരന്തമാണത്. അതൊക്കെ ഇന്നില്ലല്ലോ, പിന്നെ ഇപ്പൊ അത് പറയുന്ന ചില ആളുകൾക്ക് തോന്നുന്നത്, ഒരുപക്ഷെ നിഷ്കളങ്കരായ ഹിന്ദുക്കൾക്കും ചില RSSകാർക്കും ഒക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ അവരറിഞ്ഞോട്ടെ, 50 കൊല്ലം മുമ്പ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് ഇവര് സ്വാതന്ത്ര്യം കൊടുത്തത് മനസ്സോടുകൂടി കൊടുത്തതല്ല. ഇന്ന് വരെ ചാതുർവർണ്ണ്യത്തിന്റെ ഭീകരതയെ ഇവരാരും വിമർശിച്ചിട്ടില്ല, ഒരു വാക്കുകൊണ്ട് പോലും. ചാതുർവർണ്ണ്യം തെറ്റാണെന്ന് ഇന്നോളം പറഞ്ഞിട്ടില്ല. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴും ഈ സവർണ മനസ്സുള്ളവർ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ആസ്വദിച്ചേതു ഹിമാചലം അലയടിക്കുന്ന ഈ പ്രക്ഷോഭങ്ങളിൽ നമ്മുടെ ഭാഗമായി ചേരുന്ന ഹൈന്ദവ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്രൈസ്തവ സഹോദരങ്ങളെ ബഹുമാന്യനായ സുസൈഭാഗ്യമടക്കം നമ്മളോട് ക്ഷണിക്കാതെ കയറി വന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കടന്നുപോയത് നമുക്കൊക്കെ പകരുന്ന ഊർജം ചെറുതല്ല. അതൊക്കെ ചെയ്യുമ്പോഴും ഇന്നും സവർണന്മാർ ഇതിനെതിരിൽ അരവാക്ക് മിണ്ടുന്നില്ല എന്നുള്ളത് നിങ്ങൾ കാണണം. കാരണം എല്ലാ മതങ്ങളെയും ഈ രാജ്യത്ത് പുറന്തള്ളി ഈ രാജ്യത്ത് ഒരു സവർണ രാജ്യം കെട്ടിപ്പടുക്കാനുള്ള നൂറ്റാണ്ടുകളുടെ അജണ്ട സാക്ഷാത്കരിക്കുന്ന നിമിഷങ്ങൾ അവരിന്നും സ്വപ്നം കാണുകയാണ്, അവരിന്നും സ്വപ്നം കണ്ടു കഴിയുകയാണ്. ആ രാജ്യം വരുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ആ മോഹമാണ് ഇവർക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് രാജ്യം തന്നില്ല. എന്തിനാണെന്നറിയോ? ഈ പാകിസ്ഥാൻ പകുത്ത മുസ്ലിമീങ്ങളുടെ തലയിലാ വെച്ച് കെട്ടണേ. പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിരുന്നേയില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ മതരാഷ്ട്രമാണെന്നാ പറയുന്നേ. അത് കള്ളമായി എഴുതി വെച്ചതാ. പാകിസ്ഥാനിൽ ഒരു മതവുമില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ മതം വളരാതിരിക്കാനും മറ്റു രാജ്യങ്ങളിൽ മതം വരാനും ആവശ്യമായ എല്ലാ ആസൂത്രണങ്ങളും സാമ്രാജ്യത്വം അന്നേ ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങൾക്ക് മതമില്ല. നോക്കൂ, പാകിസ്ഥാനിൽ പോയതിനു ശേഷം പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായി അവർ കണ്ടെത്തിയത് മതമില്ലാത്തവനെ ആയിരുന്നു എന്ന് നമ്മൾ മറന്നുപോയോ? മുഹമ്മദ് അലി ജിന്നയ്ക്ക് മതമുണ്ടോ?
പാകിസ്ഥാൻ മതരാഷ്ട്രമാണെന്നുള്ള പഴി നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക. മുഹമ്മദ് അലി ജിന്നയെ കുറിച്ച് നെഹ്റുവിന്റെയും ജിന്നയുടെയും ചരിത്രം എഴുതിയ ഒരു ചരിത്രകാരൻ എഴുതി വെച്ചത് നെഹ്റു എത്രമാത്രം ഹിന്ദു ആയിരുന്നുവോ അത്ര പോലും മുസ്ലിം ആയിരുന്നില്ല മുഹമ്മദ് അലി ജിന്ന എന്നാണ്. നെഹ്റു എത്ര ഹിന്ദു ആയിരുന്നോ ഹിന്ദു ആയിരുന്നില്ല, പക്ഷെ അത്ര പോലും മുസ്ലിം ആയിരുന്നില്ല മുഹമ്മദ് അലി ജിന്ന. ആ മുഹമ്മദ് അലി ജിന്ന പാർസിക്ക പെൺകുട്ടിയെ വിവാഹം കഴിച്ച് മദ്യം സേവിക്കുമായിരുന്ന, പന്നിമാംസം ഭക്ഷിക്കുമായിരുന്ന മുഹമ്മദ് അലി ജിന്ന മതത്തിന്റെ ആളാ. അദ്ദേഹം രാഷ്ട്രപിതാവായ രാജ്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക രാജ്യം എന്ന് പാകിസ്ഥാനെ ചൂണ്ടിക്കാട്ടി ആരെയാ വരുത്താൻ ശ്രമിക്കുന്നത്? ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് കുറെ തൽപര കക്ഷികളുടെ കൈകളിലേക്ക് ഒരു ഭൂഭാഗം അടർത്തി മാറ്റിയിട്ട് കൊണ്ടോക്കോ ഇസ്ലാമിക രാജ്യം, ഇനി ഞങ്ങളെ ഹിന്ദുക്കളെ സവർണ രാജ്യം പണിയുന്നതിന് നിങ്ങൾ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊടുക്കുകയും അവിടെ ഇസ്ലാമുമായി ഒരു പുനബന്ധം പോലും ഇല്ലാത്ത ആളെ ബ്രിട്ടീഷ് വൈസ്രോയിയുടെ കാർമ്മികത്വത്തിൽ അവിടെ രാഷ്ട്രപിതാവായി പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടാണ് പാകിസ്ഥാൻ വിഭജിച്ചത്. അതുകൊണ്ട് പാകിസ്ഥാന്റെ പേര് പറഞ്ഞ് ഇസ്ലാമിക രാജ്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ വരുന്നവനോട് പോടാ എന്ന് പറയാൻ മാത്രമുള്ള ആർജവം ഇന്ത്യയിലെ മുസൽമാനുണ്ട്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രവും വേണ്ടവർക്ക് കിട്ടിയെന്നേ ഞങ്ങൾ കരുതുന്നുള്ളൂ. ഒരിക്കലും മുസൽമാന് കിട്ടിയ രാജ്യമല്ല, മുസൽമാൻ അത് കൊതിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് കാശ്മീരികൾ പാകിസ്ഥാനോടൊപ്പം പോകാഞ്ഞത്. കാശ്മീരികൾക്കും പാകിസ്ഥാൻ വേണ്ട. ഇവിടെ കാശ്മീരിന്റെ 370 വകുപ്പെടുത്തി കളഞ്ഞത് ഒരു മഹാസംഭവമാണ്. അത് ഞങ്ങൾക്ക് കോൺഗ്രസ് സർക്കാരുകൾക്ക് കഴിയാത്തതെന്തോ ഞങ്ങൾ ചെയ്തു പോയി എന്ന് വീരസ്യം പറയുന്നവരെ ഒന്ന് ഓർക്കണം. വിഭജനത്തിന്റെ സമയത്ത് അതിർത്തി പ്രദേശങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് തീരുമാനിക്കപ്പെട്ടപ്പോൾ സിന്ധു നദീതട നാഗരികതയുടെ കളിത്തൊട്ടിലായിരുന്ന സിന്ധ് പാകിസ്ഥാനിൽ പോയി മുസ്ലിങ്ങൾ അധികമായതുകൊണ്ട്, പഞ്ചാബ് ഭാരതത്തിന്റെ ഭക്ഷ്യകലവറയായിരുന്ന പഞ്ചാബ് പോയി പാകിസ്ഥാന് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ബംഗാൾ വിഭജിച്ച് പാകിസ്ഥാനിന് കൊടുത്തു. മുസ്ലിമീങ്ങൾ അധികമായതുകൊണ്ട് മതത്തിലും സംസ്കാരത്തിലും പാകിസ്ഥാനോട് ചേർത്ത് കൊട്ടി നിൽക്കുന്ന കാശ്മീർ എന്തുകൊണ്ട് പോയില്ല എന്ന് മറുപടി പറയണം നിങ്ങൾ. പാകിസ്ഥാനോടൊപ്പം പോകേണ്ട കാശ്മീറാ. അവര് പക്ഷെ പോകാതിരുന്ന് ഇന്ത്യയോടൊപ്പം നിന്നതിന് ഇന്ത്യ രാജ്യം കൊടുത്ത സമ്മാനമായിരുന്നു 370 വകുപ്പ്. പാകിസ്ഥാന്റെ ആകേണ്ടിയിരുന്ന കാശ്മീർ, ആ കാശ്മീരിന്റെ 370 വകുപ്പ് എടുത്തു കളഞ്ഞതുകൊണ്ട് ഈ രാജ്യത്തിന് ഒരു സംഭാവനയും നിങ്ങൾ ചെയ്തിട്ടില്ല. കാശ്മീരികളെ ഇന്ത്യയിൽ നകറ്റുകയാണ്. ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന ഫാറൂഖ് അബ്ദുള്ള ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിൽ ഭാഗഭാക്കായി മുഖ്യമന്ത്രിയായ ഫാറൂഖ് അബ്ദുള്ള, അതുപോലെ തന്നെ മെഹബൂബ മുഫ്തി, ഇവരൊക്കെയാണ് ഇന്ന് തടങ്കലിൽ ജയിലിൽ കഴിയുന്നത്. പാകിസ്ഥാൻ വാദികളായ തീവ്രവാദികളല്ല, സ്വതന്ത്ര കാശ്മീർ വാദികളായ ഹുരിയത്തിന്റെ ആളുകളല്ല. ഇന്ത്യയെ സ്നേഹിക്കുന്നവരെ തടവിലിട്ടിട്ട് രാജ്യത്തെ രക്ഷിക്കുമോ ഈ പിശാചുക്കൾ എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് വസ്തുതാപരമായി നാം ചരിത്രം പഠിക്കുകയും ചരിത്രത്തെ കൃത്യമായ നിലയിൽ പറഞ്ഞു കൊടുക്കുകയും, ഇവരോട് നമുക്കൊന്നേ പറയാനുള്ളൂ, ഇന്ത്യ ഞങ്ങളുടേതാണ്. മര്യാദയ്ക്ക് ജീവിച്ചാൽ ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാം. ഞങ്ങൾ അങ്ങനെയാണ്. 1000 ആണ്ട് ഭരിച്ചുള്ള മുസ്ലിങ്ങള്, ഞാൻ പറഞ്ഞല്ലോ ചരിത്രം മുഴുവൻ അങ്ങനെയാ. ആദം നബി വന്നു, ആദമി എന്നാണ് ഇന്ത്യയിൽ മാത്രം മനുഷ്യരെ പറയുന്നത്. ഏറ്റവും ഭൂരിപക്ഷം ഹിന്ദുക്കളെക്കാൾ ഇന്നും ഇന്ത്യയിലും പരിസരത്തിലും മുസ്ലിങ്ങൾ കൂടുതലാണ്. ഇസ്ലാമിന്റെ ഏകദൈവ വിശ്വാസം വേദങ്ങളിലും അതുപോലെ തന്നെ ഹൈന്ദവ ഋഷീശ്വരന്മാരുടെ വാക്കുകളിലും ഇന്നും പ്രസിദ്ധമാണ്. ഒരു സന്യാസിയും പറയില്ല തത്വത്തിൽ ദൈവസങ്കല്പം ബഹുദൈവത്വമാണെന്ന് ഒരു സന്യാസിയും ഇന്ത്യയിൽ വിവരമുള്ളവൻ പറയില്ല എന്ന് എനിക്കറിയാം. അതും ഇന്ത്യയുടേതാണ്. അങ്ങനെ ഇന്ത്യയിൽ 1000 ആണ്ട് അങ്ങനെ മുസ്ലിങ്ങൾ ഭരിച്ചു. വേറെ ലോകത്തെവിടെ ഇല്ലല്ലോ. ആരുടേതാണ് ഇന്ത്യ? ഇന്ത്യ മുസൽമാന്റേതാണ്. ഇന്ത്യയിലെ എല്ലാ ഹിന്ദുക്കൾക്കും അവസരവും അവകാശവുമുള്ള മുസൽമാന്റെ ഇന്ത്യ എന്നാ ഞാൻ പറയുന്നത്. അല്ലാതെ ഹിന്ദുവിന് അവകാശമില്ലാത്ത മുസൽമാന്റെ ഇന്ത്യ അല്ല. അങ്ങനെ ഒരു സങ്കല്പം മുസൽമാനില്ല. 1000 ആണ്ട് ഭരിച്ചപ്പോഴും അവരാരും ഇന്ത്യയിലെ ഹിന്ദുവിനോട് തീറ്റി പുറത്തു പോടാ എന്ന് പറഞ്ഞില്ലല്ലോ. അവരെ സ്നേഹ സഹോദരങ്ങളെ പോലെ കൊണ്ടു നടന്ന് അവരുടെ വികാര വിചാര വിശ്വാസ വീക്ഷണങ്ങളെ മാനിച്ച് താലോലിച്ച് അവരുടെ വിശ്വാസം പിടിച്ചു വെച്ച് ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന മുസ്ലിം ഭരണകർത്താക്കളുണ്ടല്ലോ. ആ ഭരണകർത്താക്കൾ ഇന്ത്യ രാജ്യത്ത് ഭരിച്ചതുപോലുള്ള ഒരു ഭരണം
ഇന്ത്യ രാജ്യത്ത് നിലനിന്ന കാലത്താണ് ഇന്ത്യ സ്വസ്ഥമായി ഉറങ്ങിയത്. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ സ്വസ്ഥമായി ഉറങ്ങിയത്. എന്നായിരുന്നു ഇന്ത്യയുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടത്? ഇന്ത്യയിൽ ഹിന്ദു സവർണാധിപത്യം ചാതുർവർണ്ണൻ കൊടിവെട്ടി വാണ നാളുകളിലായിരുന്നു അതെന്ന കാര്യം ആർക്കെങ്കിലും വിസ്മരിക്കാനാകുമോ? കേരളത്തിൽ പോലും ഗാന്ധിജി വന്നല്ലേ ക്ഷേത്രപ്രവേശന വിളംബരം അനുവദിച്ചു കൊടുത്തത്? ആർക്കാ? മുസ്ലിങ്ങൾക്കല്ല. മുസ്ലിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ ഒരുത്തന്റെ ഓശാരം വേണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ വ്യക്തമായി പറയുകയാണ്, ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് തൊടാനാവില്ല. നിങ്ങൾ ഈ രാജ്യത്ത് മുസ്ലിമീങ്ങളുടെ ശത്രുവേ അല്ല. അതിന് മാത്രം നിങ്ങൾ വളർന്നിട്ടില്ല. ഇന്ത്യ രാജ്യം മുസ്ലിമിന്റേതാണ്, മുസ്ലിം ഭൂരിപക്ഷമുള്ളതാണ്. പക്ഷെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾക്ക് പരിപൂർണ സ്വാതന്ത്ര്യം, ഞങ്ങളെപ്പോലുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. പക്ഷേ ചാതുർവർണ്ണ്യത്തിന്റെ പേരിൽ ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ ചവിട്ടി തൂക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെ അവരും ഞങ്ങളും ഒന്നായി ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് കെട്ടിക്കും തീർച്ച എന്നീ സമ്മേളനം പറയുകയാണ്. നിങ്ങൾക്കിഷ്ടം പാകിസ്ഥാനിനോടാ, നവാസ് ഷെരീഫിനോടാ. ആള് നേപ്പാളിൽ പോയപ്പോ പെട്ടെന്ന് ആരും അറിയാതെ ഫ്ലൈറ്റ് തിരിച്ചുവിട്ട് ഒരു ചാദറുമായിട്ട് ഒരു സാരിയായിട്ട് പോയേക്കുന്നു നവാസ് ഷെരീഫിന്റെ അമ്മയ്ക്ക്. ഈ മൂപ്പിലാൻ എല്ലാം പോയി കഴിഞ്ഞ് വാർത്ത വന്നപ്പോഴാണ് അറിയുന്നത്. ആരും അറിയാതെ പോയേക്കുന്നു. നവാസ് ഷെരീഫിന്റെ ചാരൻ എന്നല്ലേ പറയേണ്ടത്? അതുകൊണ്ട് നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം. പക്ഷെ ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ട, ഞങ്ങളെ ജീവനെ പോലെ സ്നേഹിക്കുന്ന, ഞങ്ങൾ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾക്കോ ക്രൈസ്തവ സഹോദരങ്ങൾക്കോ സിഖ് ബൗദ്ധ ജൈന പാഴ്സി സഹോദരങ്ങൾക്കോ ഇന്ത്യയിൽ നിന്ന് പോകേണ്ടി വരില്ല. ഞങ്ങൾ പോകാൻ അനുവദിക്കില്ല എന്ന് ഞങ്ങൾ ഉറക്കെ പറയുകയാ. നിങ്ങളല്ല പോകേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാ. പൗരത്വം തീരുമാനിക്കുന്ന ഞങ്ങളാ. ഭൂരിപക്ഷമല്ലേ പൗരത്വം തീരുമാനിക്കുന്നത്? ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം പറയുന്നത്, നമ്മൾ ഈ ന്യൂനപക്ഷമാണെന്നുള്ള ഈ തെറ്റായ അവകാശവാദങ്ങൾ ഭൂരിപക്ഷം. ഒരു രാജ്യം എന്താകണമെന്ന് തീരുമാനിക്കുന്ന അവിടുത്തെ ഭൂരിപക്ഷ ജനതയാ. അതുകൊണ്ട് ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനതയായ മുസ്ലിമീങ്ങൾ നാം തീരുമാനിക്കാം ആരിവിടെ നിൽക്കണം, ആരിവിടെ നിന്ന് പോകണമെന്ന്. രാജ്യത്തെ മനുഷ്യരെ മനുഷ്യനായി കാണാത്ത, പട്ടിയേക്കാൾ പന്നിയേക്കാൾ മൃഗീയമായി കാണാൻ ശ്രമിക്കുന്ന ഈ പിശാചുക്കൾക്ക് ഇന്ത്യയിൽ സ്ഥാനമില്ലെന്ന് നാമും ഇന്ത്യയുടെ അടിസ്ഥാന ജനതയും ഒന്നിച്ചു പറയുന്ന നാളുകളിലൂടെയാണ് ഇന്ത്യ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഒരുമിക്കലിന് വേദി ഒരുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഇദ്ദേഹത്തിന് ഒരു നോബൽ സമ്മാനം വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ നോബൽ അതോറിറ്റിക്ക് റെക്കമെൻഡ് ചെയ്യാം. ഇങ്ങനെ ഇന്ത്യൻ ജനതയെ സ്വാതന്ത്ര്യാനന്തരം ഇങ്ങനെ ഏകോദര സഹോദരങ്ങളെ പോലെ യോജിപ്പിക്കാനും പൈശാചിക ശക്തികളെ, ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇവരുടെ ആചാര്യൻ എഴുതി വെച്ച ഗോൾവാൾക്കർ എഴുതി വെച്ചു, ഇവിടത്തെ മുസ്ലിമീങ്ങൾക്ക്, ഇത് ഞങ്ങൾ വെറുതെ പറയല്ല, മുസ്ലിമീങ്ങൾ വെറുതെ ഇല്ലാത്ത കാര്യം പറയുകയാണെന്നും പറഞ്ഞ് ഇപ്പോ എന്നെയും വിളിച്ചിരുന്നു. RSSന്റെ സുഹൃത്ത് പറയുന്നു, ഞങ്ങൾ എല്ലാ RSSകാരും മുസ്ലിങ്ങളുടെ ശത്രുക്കളല്ലെന്ന ഉസ്താദിനോടൊന്ന് പറയണമെന്നൊരു സുഹൃത്ത് എന്നോട് വിളിച്ചു പറഞ്ഞു. ചില ഉസ്താദുമാരെ കാണാൻ എവിടെ ഉസ്താദുമാരുള്ളതെന്ന് ഇങ്ങനെ തേടി നടക്കുകയാണ് പാവത്തുങ്ങൾ. ഇപ്പോ ഒരു ഗതികേട് ആലോചിക്കേ. നാം വിജയിക്കുന്നു, നാം വിജയിക്കുന്നു, സംശയമൊന്നുമില്ല. എല്ലാ ഉസ്താദുമാരെയും തേടി വരികയാ. എന്നെ വിളിച്ചു പറഞ്ഞു, എന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടാന്ന് തോന്നുന്നു, എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, RSSകാരെ എല്ലാം ഇങ്ങനെ പറയരുത്, ഞങ്ങൾ മോഡിയുടെ അമിത്ഷയുടെ ആളുകളല്ല, ഞങ്ങളെ അയാളെ കേസിൽ കൊടുക്കുമെന്നുള്ള പേടി കൊണ്ടാണ്, മുഖത്ത് നോക്കി പറയാൻ പേടിയാണ് എന്ന് ആ ഉസ്താദിനോടൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് പറയുന്നത് ഉസ്താദ്. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം, അങ്ങനെ കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും കാത് കുറിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ അത് പതുക്കെ പറയരുത്, ഉറക്കെ പറയണം, രംഗത്ത് വരണം, അവരോടൊപ്പം ഞങ്ങളുണ്ട്. ഞാൻ അവരോട് പറയുന്നു. അതാണ് അതുകൊണ്ട് പാളയത്തിൽ പടയാ. അവരുടെ മുഖ്യമന്ത്രിമാരൊക്കെ ഇപ്പൊ ഈ ബില്ല് പാസ്സാക്കില്ല, ഭേദഗതി നടപ്പാക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇവരെന്തിനാ ഉള്ള ഒരുക്കാന്നറിയോ? ഗോൾവാൾക്കർ എഴുതി വെച്ച 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഗോൾവാൾക്കർ എഴുതി വെച്ചത് നടപ്പാക്കാൻ there are only 2 courses open to the foreign elements. വിദേശ വംശജർക്ക് മുമ്പിൽ 2 വാതിലുകളാണ് തുറന്നു കിടക്കുന്നത്, 2 സാധ്യതകൾ മാത്രമേ. ഏതാ വിദേശം? ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളെയുമാണ് വിദേശ എലമെന്റ്സ് എന്ന് പറഞ്ഞത്.
അവർക്ക് മുമ്പിൽ രണ്ട് സാധ്യതകളേ ഉള്ളൂ. either to merge themselves in the national race and adopt its culture. ഒന്നുകിൽ അവർ ഇന്ത്യയുടെ വംശീയ സംസ്കാരത്തെ അതിൽ അലിഞ്ഞു ചേരുക, എന്നിട്ട് അത് സ്വീകരിക്കുക. അല്ലെങ്കിൽ ഇന്ത്യയിലെ വംശീയവാദികളുടെ ഔദാര്യത്തിന്റെ കീഴിൽ ജീവിച്ചോണം പുറത്തുനിന്ന് വന്നവർ. ഗോൾവാൾക്കർ എഴുതി വെച്ചതാ. അതാണ് ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഔദാര്യത്തിൽ കഴിഞ്ഞോണമെന്ന്. കൂട്ടരെ, ആർജവത്തോടെ ഈ സമുദായം പറയുന്നു, ആർക്ക് വേണം നിങ്ങളുടെ ഔദാര്യം? നിങ്ങളുടെ ഔദാര്യത്തിന്റെ കീഴിൽ കഴിയാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഞങ്ങളുടെ ഔദാര്യത്തിന്റെ കീഴിൽ വേണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞുകൊള്ളണം എന്ന് പറയാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. ഇത് നടപ്പാക്കാനല്ലേ ശ്രമിക്കുന്നത്. as long as the national race may allow them to do so. ഇവിടെ കഴിയാൻ നാഷണൽ റൈസ്, ദേശീയ വംശീയവാദികൾ അനുവദിക്കുന്നിടത്തോളം കാലം വേണമെങ്കിൽ കഴിയാം. and to quit the country at the sweet will of the national race. അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയവാദികളുടെ വംശീയവാദികളുടെ അവരുടെ സന്മനസ് ഉൾക്കൊണ്ടുകൊണ്ട് വേണമെങ്കിൽ രാജ്യം വിട്ടു പോകാമെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. ക്ലെയിമിംഗ് നത്തിങ്, ഒരു അവകാശങ്ങളുമില്ലാതെ ജീവിക്കുമ്പോൾ ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഡിസേർവിംഗ് നോ പ്രിവിലേജസ് ഈവൻ സിറ്റിസൺഷിപ്പ്, ഒരാനുകൂല്യങ്ങളും പ്രതീക്ഷിക്കേണ്ട പൗരത്വവും എന്ന് എഴുതി വെച്ചത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണിത്. അത് മോഹമാണ്. അതാണ് മോഹം. പക്ഷെ നടപ്പാകാത്ത മോഹം മാത്രമാണ് എന്ന് മാത്രമേ നമ്മൾ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ മതജാതി ഭിന്നതകൾക്ക് അതീതമായി ഇന്ത്യയെ സ്നേഹിക്കുന്ന, നോക്കൂ, രാജ്യത്തെ ജനം ആഗ്രഹിക്കുന്നത് ബഹുമാന്യനായ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ സമാധാനമല്ലേ? ഒരു ഭരണാധികാരി ജനങ്ങൾക്ക് നൽകേണ്ടത് എന്താ? സന്തോഷവും സമാധാനവും. ക്രമസമാധാന ഭംഗമുണ്ടായാൽ അത് തീർത്ത് ക്രമസമാധാന ഭദ്രത ഉറപ്പുവരുത്തേണ്ട ഭരണാധികാരികൾ ക്രമസമാധാന ലംഘനത്തിന് നേതൃത്വം നൽകുകയാണ്. കലാപം സൃഷ്ടിക്കുന്നു ഭരണകൂടം. കലാപം ഭരണകൂടം സൃഷ്ടിച്ചാൽ പറ്റില്ലെന്ന് നമുക്ക് പറയണം. ഞങ്ങളുടെ രാജ്യത്തെ എല്ലാ മതേതര പ്രസ്ഥാനങ്ങളും ഞങ്ങളുടെ ജനപ്രതിനിധികളും എല്ലാം ഞങ്ങളുമായി ഇന്ന് കൈകോർത്ത് നിങ്ങളെ പുറന്തള്ളാൻ ഒരുമിച്ച് ഒറ്റക്കെട്ടായി രംഗത്തുണ്ടെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. എണ്ണപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ നാളുകൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടതാണ്. അക്രമികളായ ഭരണാധികാരികളുടെ കഥ ഇവിടെ പറയുകയുണ്ടായി. ഹിറ്റ്ലർ എത്ര ഭീകരനായിരുന്നു! 60 ലക്ഷം ജൂതന്മാരെ ഗ്യാസ് ചേംബറിൽ ചുട്ടുപൊരിച്ചെടുത്ത മനുഷ്യൻ അവസാനം തിരുനെറ്റിയിൽ നിറയൊഴിച്ച് യമപുരി പോകേണ്ടി വന്നതാണ് ചരിത്രമെങ്കിൽ, ഹിറ്റ്ലറിലും മുസോളിനിയിലും ജർമ്മനിയിലും ഇറ്റലിയിലും നമുക്ക് പഠിക്കാൻ ഏറെ പാഠമുണ്ടെന്ന് പറഞ്ഞു വെച്ച ഗോൾവാൾക്കർ എന്ന് പറയുന്ന സൈദ്ധാന്തികന്റെ പിൻഗാമികളെ, അദ്ദേഹം നിങ്ങൾക്ക് വാങ്ങിത്തരാൻ പോകുന്നതും ഹിറ്റ്ലറുടെ ചരിത്രം തന്നെയാണ്, അതിന്റെ ആവർത്തനം തന്നെയാണ്. മുസോളിനിയെ നടുറോട്ടിൽ ജനം തല്ലിക്കൊന്നു. അങ്ങനെ ഒന്നും നമ്മുടെ ഭരണാധികാരികൾക്ക് വരാതിരിക്കുമാറാകട്ടെ എന്ന് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ രാജ്യത്തെ ജനക്ഷോഭം കാണുമ്പോൾ അതൊക്കെ സംഭവിച്ചു പോകുമോ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ തലതൊട്ടപ്പനായിരുന്ന ഒരു ഭിന്നിപ്പിഞ്ച് ബരിക്കലിന്റെ ഒരു ആചാര്യനുണ്ടായിരുന്നു ചരിത്രത്തിൽ. അവന്റെ പേര് ഫറോവ എന്നാണ്. ഈജിപ്തിൽ ഒരുപാട് പിരമിഡുകൾ പണിതുകൂട്ടി തന്റെ സ്മരണകൾ ചിരസ്ഥായിയാകണമെന്ന് ആഗ്രഹിച്ച ലോകത്തെ എക്കാലത്തെയും ഭീകരനായ ഭരണാധികാരി ഫറവോൻ, അവനും അവനോടൊപ്പമുള്ള ആളുകളും ഖാറൂൻ കൂടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ചിലർ പറയുന്നു ഞങ്ങൾ ഇത് സവർണ രാജ്യത്തിന്റെ പടപ്പുറപ്പാടാണ്, ആദ്യം മുസ്ലിമീങ്ങളെ ഉന്നം വെച്ച് പുറന്തള്ളി നിർവീര്യരാക്കിയാൽ പിന്നെ ചാതുർവർണ്ണ്യം, ബ്രാഹ്മണ സേവ അത് ഒരു ജന്മപരമായ അവകാശമാണെന്ന് വിശ്വസിക്കുന്ന അധകൃത ജനവിഭാഗം. ഇന്ത്യയിലെ അധകൃത ഒരിക്കലും സ്വാതന്ത്ര്യത്തെ കുറിച്ച് സങ്കല്പിക്കുക പോലുമില്ല. അത് അവർക്കറിയാം. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയം കൊടുത്ത മുസ്ലിങ്ങളാണ്. ബ്രാഹ്മണന്റെ പാദസേവ എന്ന് പറയുന്നത് പുണ്യമാണെന്ന് അവരെ പഠിപ്പിക്കപ്പെട്ടതുകൊണ്ട് ഇന്ത്യയിലെ അധകൃത ജനവിഭാഗം അവർക്കെതിരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെറുവിരൽ അനക്കില്ലെന്ന് അവർക്കറിയാം. അതാണ് അവരുടെ ധൈര്യം. മുസ്ലിമീങ്ങളെ പുറന്തള്ളിയാൽ ബാക്കിയുള്ളവർ ഞങ്ങളുടെ അടിമകൾ താനേ ആയിക്കൊള്ളുമെന്ന്. അങ്ങനെ അവരെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരോട് വിനീതമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ചരിത്രത്തിൽ ആ ഫറോവയോടൊപ്പം ഇപ്പോ ചിലർ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ മോഡി സവർണനല്ലല്ലോ. എന്നെ ഒരാൾ പരിഹസിച്ചു, എന്റെ പ്രസംഗത്തിന് കീഴിൽ കമന്റ് ഇട്ടുണ്ട്. മോഡി സവർണനല്ല, ദളിതനാണ്. അതുപോലെ തന്നെ അമിത്ഷാ
സവർണനല്ല, ഹിന്ദു പോലുമല്ല. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം. ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഹിന്ദു ആകാത്തതാണ് ഞങ്ങളുടെ പ്രശ്നം. നിങ്ങൾ ഹിന്ദു ആയിരുന്നുവെങ്കിൽ ഈ വൃത്തികേടുകളോട് ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ മോഡി സവർണനല്ലെന്നുള്ളത് കൊണ്ട് മോഡി സവർണന് വേണ്ടി വിടുപണി ചെയ്യില്ല എന്ന് ആരാ പറഞ്ഞത്? ഫറോവ എന്ന് പറയുന്ന ബനൂ ഇസ്രായേല്യരായ സാധുജനങ്ങളെ ഖിബ്തി ഭൂരിപക്ഷത്തിന്റെ വംശീയത ഉപയോഗിച്ച് വളരെ ക്രൂരമായി പീഡിപ്പിച്ച് അധികാര സ്ഥാനങ്ങളിൽ അകറ്റി മാറ്റിയ ഫറോവ എന്ന് പറയുന്ന ഏകാധിപതിക്ക് പിണിയാളായി വർത്തിച്ചത് ഖാറൂൻ എന്ന് പറയുന്ന ആ ബനൂ ഇസ്രായേലികളിൽ ഒരുത്തനായിരുന്നു എന്ന് ഖുർആൻ പറയുകയാ. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം. ഖാറൂൻ മൂസയുടെ വംശത്തിൽപ്പെട്ടവനായിരുന്നു, എന്നിട്ടും അവർക്കെതിരിൽ അവൻ അക്രമം അഴിച്ചുവിട്ടു. ഇത് തന്നെയാണ് മോഡി അധികൃതരുടെ വിഭാഗത്തിൽപ്പെട്ടവനാണ്, എന്നിട്ടും അവർക്കെതിരിൽ അയാൾ അക്രമം അഴിച്ചുവിടുകയാ. ഇത് ചരിത്രത്തിന്റെ തനിയാവർത്തനമാ. അതുകൊണ്ട് ജന്മം കൊണ്ട് സവർണനാകണമെന്നില്ല, കർമ്മം കൊണ്ടും അതുപോലെ തന്നെ മനസ്സുകൊണ്ടും സവർണനായാൽ മതി. പക്ഷെ ഈ സവർണ ആധിപത്യം രാജ്യത്ത് വിജയിക്കില്ലെന്ന് ഇന്ത്യയിലെ ജനത എത്രയോ വട്ടം തെളിയിച്ചു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും എണ്ണത്തിന്റെ സാങ്കേതികതയുടെ നൂലിൽ തൂങ്ങി ഇന്ത്യ രാജ്യത്തിൽ നിങ്ങൾ അധികാരത്തിലിരിക്കുന്നുവെന്നല്ലാതെ 30% ഇന്ത്യൻ ജനത വോട്ട് ചെയ്തവരിൽ 30% പോലും മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ നിങ്ങൾ വോട്ട് ചെയ്തോ? ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹിന്ദുമത വിശ്വാസികളുടെ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരമായി വർത്തിക്കുന്നത്. ആ വിശ്വാസം തകരുകയില്ല എന്ന് ഞങ്ങൾക്ക് തീർച്ചയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തടിച്ചുകൂടിയ പണ്ഡിതന്മാരുടെ പാരമ്പര്യം അങ്ങനെയാണ്. അവര് പെട്ടെന്നൊന്നും തെരുവിലിറങ്ങൂല. അവര് പരമാവധി അവരുടെ പള്ളികളിലും അവരുടെ ദർസുഗാഹുകളിലും അതിന്റെ അകത്തളങ്ങളിലും ആത്മീയമായ അധ്യാപനങ്ങളുമായി ഒതുങ്ങിക്കൂടാനാണ് ആഗ്രഹിക്കുക. രാജ്യത്ത് സമാധാനം നിലനിൽക്കുന്നിടത്തോളം കാലം അവർ പള്ളിയിൽ നിന്ന് വെളിയിൽ ചാടൂല. രാജ്യത്ത് സമാധാനം നിലനിൽക്കുന്നിടത്തോളം അവർ ദർസുഗാഹുകളിൽ നിന്ന് വെളിയിൽ വരില്ല. പക്ഷെ അവർ വെളിയിൽ വന്നാൽ അവർ ലക്ഷ്യം നേടിയല്ലാതെ അവർ തിരിച്ചു കയറില്ല എന്നത് ലോക ചരിത്രത്തിന്റെ പാഠമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉൾക്കിടിലുണ്ടായല്ലോ. എല്ലാ ഉസ്താദുമാരെയും കാണാൻ വരുന്നുണ്ട്. പാവം, ഞാൻ സന്തോഷത്തോടെ പറയാ, കേരളത്തിലെ ഈ സാധു RSSകളായി തെറ്റിദ്ധരിക്കപ്പെട്ട ഈ സാധു ജനങ്ങളൊന്നും ഈ മോഡിയോടും അമിത്ഷായോടും ഒപ്പം അല്ല കേട്ടോ. അവർക്ക് പറയാൻ ധൈര്യമില്ലാത്തോണ്ടാ വന്ന് കണ്ട് ഞങ്ങൾ അങ്ങനൊന്നും അല്ല എന്ന് പറയാൻ അവരെല്ലാ പള്ളികളും കയറി ഇറങ്ങുന്നെങ്കിൽ ഇന്ന് അമിത്ഷാ ആരുടെയും പൗരത്വം നഷ്ടപ്പെടുത്തില്ലെന്ന് പറയാൻ നിർബന്ധിതനായെങ്കിൽ അത് ഈ രാജ്യത്തെ പൗരബോധമുള്ള ജനങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വിജയമാണ്. ഇത് ഇൻഷാ അല്ലാഹ് വിജയം കാണുക തന്നെ ചെയ്യും. സാധ്യതകളൊന്നും നമ്മുടെ മുമ്പിലില്ല എന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തേണ്ടതില്ല. സാധ്യതകൾ ഉള്ളപ്പോഴല്ല അള്ളാഹു നമ്മെ സഹായിക്കുന്നത്. കടലിന്റെ നടുവിലാണ് അള്ളാഹു മൂസയെ സഹായിച്ചത്. തീയുടെ നടുവിലാണ് അള്ളാഹു ഇബ്രാഹിമിനെ സഹായിച്ചത്. പ്രളയത്തിന്റെ നടുവിലാണ് അള്ളാഹു നോഹിനെ സഹായിച്ചത്. കുരിശിൽ വെച്ചാണ് അള്ളാഹു തആല ഈസ നബിയെ സഹായിച്ചത്. നാട്ടിൽ നിന്ന് നാട്ടിപ്പുറത്താക്കി അഭയാർത്ഥിയായി ഓടിയപ്പോഴാണ് മുഹമ്മദ് മുസ്തഫയെ രാജാവായി മദീനയിൽ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു സഹായിച്ചത്. സാധ്യതകൾ എവിടെ അവസാനിക്കുന്നുവോ അവിടെ അള്ളാഹുവിന്റെ സഹായം ആരംഭിക്കുന്നു എന്നാണ് ചരിത്രത്തിന്റെ പാഠമെന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. സാധ്യതകൾ എവിടെ അവസാനിക്കുന്നുവോ അവിടെ അള്ളാഹുവിന്റെ സഹായം ആരംഭിക്കുന്നു. അതുകൊണ്ട് വളരെ വൈകാതെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമിനൊരു സുവർണകാലം വരാൻ പോകുന്നുള്ളതിന്റെ സൂചനകളാണ് ഈ സംഭവങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. കടുത്ത പരീക്ഷണം തന്നെയാണ്. നമ്മുടെ മുമ്പിൽ സാധ്യതകൾ വളരെ തുച്ഛമാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും പകച്ചു പോയിരിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ പോലും എന്ത് ചെയ്യണമെന്നറിയാതെ പതറുകയാണ്. അവരെല്ലാം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ പോലും അധികാര ശക്തിയോട് എങ്ങനെ അഭിമുഖീകരിക്കണമെന്നറിയാതെ പതറുകയാണ്. ആർക്കു മുമ്പിലും ഐഡിയ ഇല്ല എങ്കിൽ പോലും ഈ സാധ്യതകളില്ലാത്തിടത്ത് അല്ലാഹുവിന്റെ സഹായം വൈകാതെ വരും. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. കടലിന് മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് മൂസ നബിയും അനുയായികളും വിളിച്ചുപോയി. കാരണം അല്ലാഹ് സഹായിക്കും, അല്ലാഹ് സഹായിക്കും, അല്ലാഹ് സഹായിക്കും എന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട അനുയായികളെ തടുത്തുകൂട്ടി പുറകിൽ കൊണ്ട് നടന്ന മൂസ നബിക്ക് തൊട്ടു മുമ്പിൽ ചെങ്കടൽ, തൊട്ടു പിൻപിൽ ലക്ഷക്കണക്കിന് വരുന്ന ഫറവോന്റെ സൈന്യം. ഇനി സഹായത്തിന്റെ സാധ്യത എങ്ങുമില്ല. മത്താ നസ്റുല്ലാഹ് എന്ന് മൂസ നബി പോലും അലറിപ്പോയി.
ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനൂ മഅഹു. നബി പോലും പറഞ്ഞു പോയി ഇനി എപ്പോഴാ സഹായം. അല്ലാഹ് പറഞ്ഞ മറുപടിയാണ് നമുക്ക് പറയാനുള്ളത്. അവിടെ തൊട്ടു മുമ്പിൽ സഹായമുണ്ടായിരുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത സഹായം. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അറിയണം, ഹലോ, അല്ലാഹുവിന്റെ സഹായം അടുത്താണ്, അടുത്ത കടലിലാണെന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? അതുകൊണ്ട് ഒരു നടുക്കടലിലാണ്, ചെകുത്താനും കടലിനും ഒക്കെ നടുവിലാണ് നമ്മൾ. സഹായം തൊട്ടു മുമ്പിലാണ്. നമ്മൾ ആർജവത്തോടെ, ക്ഷമയോടെ, തഖ്വയോടെ ഉറച്ചു നിൽക്കുക, അത്രമാത്രം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹ്.